ഇതര വംശവിവാഹവും കോട്ടയം രൂപതയുടെ അധികാരപരിധിയും. വ്യത്യസ്ത വംശാവലികളിൽ നിന്ന് ജനിച്ച തെക്കുംഭാഗരും വടക്കുംഭാഗരും തമ്മിൽ പരസ്പരം വിവാഹത്തിൽ ഏർപ്പെടുന്നില്ല എന്ന വസ്തുത 1911 മെത്രാൻമാർ പരിശുദ്ധ സിംഹാസനത്തിന് നൽകിയ സംയുക്ത അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്നാനായ സമുദായ പാരമ്പര്യത്തിന് വിരുദ്ധമായി ഏതാനും ക്നാനായക്കാർ ക്നാനായേതര സമുദായാംഗമായ ജീവിത പങ്കാളിയെ ആദ്യമായി സ്വീകരിച്ചത് അഭിവന്ദ്യ ചൂളപ്പറമ്പിൽ പിതാവിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. അന്യവംശ വിവാഹം സമുദായ പാരമ്പര്യത്തിന് വിരുദ്ധമായതിനാലും തെക്കുംഭാഗർക്കു മാത്രമായി സ്ഥാപിതമായ കോട്ടയം രൂപതയിൽ അധികാരപരിധി ലംഘിക്കാതെ തെക്കുംഭാഗരല്ലാത്തവർക്ക് അംഗത്വം നൽകുന്നത് അസാധ്യമായതിനാലും ഇതര സാധ്യതകൾ തേടേണ്ടി വന്നു. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള വ്യക്തിയുടെ മൗലിക അവകാശത്തിന് വിഘാതമാകാതിരിക്കുക, കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കുക, കുടുംബ കൂട്ടായ്മ ഉറപ്പുവരുത്തുക തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമുദായം മാറി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ക്നാനായ വ്യക്തിയെ പ്രാദേശിക ക്നാനായേതര സീറോ മലബാർ രൂപതയിലേക്ക് മാറാനുള്ള അപേക്ഷ സ്വീകരിച്ച് രൂപത കച്ചേരിയിൽ നിന്നും അനുവാദം നൽകിയാണ് അധികാരപരിധിയുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചത്. അധികാരപരിധി പ്രശ്നം പരിഹരിക്കുവാൻ രൂപത കച്ചേരിയുടെ ഈ നടപടിക്രമമാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പാലിച്ചു വരുന്നത്. വിവാഹമടക്കം വ്യക്തിപരമായ കാരണങ്ങളാൽ രൂപത മാറുവാൻ ഇപ്രകാരം നൽകപ്പെടുന്ന അനുവാദം പ്ലഗ് പെർമിഷൻ ടു ലീവ് ദ എപ്പാർക്കി ഓഫ് കോട്ടയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കോട്ടയം രൂപത അതിരൂപതയായതിനു ശേഷം ഇത് പ്ലഗ് പെർമിഷൻ ടു ലീവ് ദ ആർച്ച്പാർക്കി ഓഫ് കോട്ടയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെക്കുംഭാഗ വിവാഹം സിവിൽ കോടതിയിലേക്ക്. പൊതുസ്വീകാര്യമായി നടന്നുവന്നിരുന്ന കച്ചേരിയുടെ ഈ നടപടിക്രമം ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് 1989 ബിജു ഉതുപ്പ് കേസിലൂടെയാണ്. ശ്രീ ബിജുവിന്റെ പിതാവ് ഉതുപ്പ് വിവാഹം ചെയ്തിരിക്കുന്നത് ക്നാനായേതര സീറോ മലങ്കര സമുദായാംഗവും തിരുവല്ല രൂപതാംഗവുമായ സ്ത്രീയെ ആയിരുന്നതിനാൽ ആ വിവാഹത്തിലൂടെ ഉതുപ്പിന് ക്നാനായ സമുദായാംഗത്വം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹവും കുടുംബവും ക്നാനായ സമുദായത്തിലല്ലെന്നും ആയതിനാൽ കോട്ടയം രൂപത അംഗങ്ങളല്ലെന്നും അതിനാൽ ഉതുപ്പിന്റെ മകനായ ബിജുവിന് വിവാഹക്കുറി കൊടുക്കുവാൻ കോട്ടയം രൂപതയ്ക്ക് അധികാരമില്ലെന്നും നാം കോടതിയിൽ വാദിച്ചു. ഉതുപ്പിന്റെ കോട്ടയം രൂപതാംഗത്വം വിവാഹത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന നിലപാടെടുത്ത കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും രൂപത കൊടുത്ത അപ്പീലുകൾ തള്ളപ്പെട്ടു. അതേസമയം 2017 ഹൈക്കോടതിയിൽ നൽകിയ റിവ്യൂ പെറ്റീഷനിലൂടെ ക്നാനായ സമുദായത്തിനും കോട്ടയം രൂപതയ്ക്കും പൊതുവായി ബാധകമാകുന്ന കണ്ടെത്തലുകൾ ശ്രീ ബിജുവിന്റെ വ്യക്തിഗത കാര്യത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു. ഒരു സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച് ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വീണ്ടും പരിഗണിക്കണമെന്ന അനുകൂല വിധിയും നാം നേടുകയുണ്ടായി. 2017 സുപ്രീം കോടതി നൽകിയ ഈ നിർദ്ദേശപ്രകാരം ബിജു ഉതുപ്പ് കേസിലെ അപ്പീൽ വാദമാണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ വീണ്ടും നടത്തിയത്. സമാന സ്വഭാവമുള്ള കേസുകൾ കൂടി ഒരുമിച്ച് കേൾക്കുക എന്ന കോടതിയുടെ പൊതുനയമനുസരിച്ച് നവീകരണ സമിതി കേസിലെ അപ്പീൽ കൂടി പരിഗണിക്കുകയാണെന്ന കോടതിയുടെ തീരുമാനപ്രകാരം നവീകരണ സമിതി അപ്പീലും കോടതി പരിഗണിച്ച് വാദം നടത്തി വിധി പറയുകയാണുണ്ടായത്. സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കാതെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയം രൂപതയിൽ നിന്ന് വിടുതൽ വാങ്ങി മറ്റൊരു രൂപതയിൽ ചേരുന്ന പതിവാണ് സ്വീകാര്യമായ പാരമ്പര്യം എന്ന എപ്പാർക്കിയൽ അസംബ്ലി രേഖയിൽ നൽകിയിരിക്കുന്ന വാക്യം തന്നെയാണ് 2009 ക്രോഡീകരിച്ച അതിരൂപതാ നിയമസംഗ്രഹത്തിൽ നാം ചേർത്തിരിക്കുന്നത്. നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം നവീകരണ സമിതി കേസിലെ പത്രികയിൽ നാം എഴുതി നൽകിയിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ സമുദായത്തിന്റെ അനന്യത ഉറപ്പിക്കുവാനുള്ള മാർഗമാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെച്ചത്. സുപ്രീം കോടതി അഡ്വക്കേറ്റായിരുന്ന ഫാലിയസ് നരിമാൻ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ നിലപാടിൽ ശരിവെച്ചിട്ടുള്ളതാണ്.